ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ് തുടങ്ങിയെന്നല്ലേ. ബിസിനസ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഇന്ന് മിന്ത്രയിൽ വന്നിട്ടുള്ള കുറെ ഡ്രസ്സാണ്. അപ്പൊ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വെച്ചു. കാരണം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സുകളാണ്. അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കാം, വാങ്ങാം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഡ്രസ്സ് എല്ലാം ഒന്ന് കണ്ടു നോക്കാം. കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇത്രയും ഡ്രസ്സ് എന്തിനാണ് ഒരുമിച്ചെടുത്തതെന്ന്. ഈ ഡ്രസ്സ് ഒന്നും എനിക്ക് വാങ്ങിച്ചതല്ല, അനീത്തിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പൊ 2 മാസം കഴിയുമ്പോഴത്തേക്കും അവള് നാട്ടിൽ വരുന്നുണ്ട്, ലീവിന് വരുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. അവൾ എനിക്ക് കുറെ ലിങ്ക് ഒക്കെ അയച്ചു തന്നു. അപ്പൊ അവക്ക് ഇഷ്ടപ്പെട്ടതും പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറെ ഡ്രസ്സാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഫസ്റ്റ് വൺ നല്ലൊരു റാണി പിങ്കും ഓറഞ്ചും അതിലേക്ക് ചെറിയ ബ്ലൂയിഷ് കളറും എല്ലാം കൂടെ ഗ്രേയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്രിന്റഡ് കുർത്തിയാണ്. ചെറിയ കോളറൊക്കെ ഉണ്ട്. ഫ്രണ്ടിലെ വീനക്കാണ് വന്നിരിക്കുന്നത്. അതുണ്ടോ, ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വള്ളിയുണ്ട്. നമുക്കിതിങ്ങനെ ടൈറ്റ് ചെയ്യാം. അതായത് നമുക്ക് മെഷീനിലെ വെച്ച് ഓൾട്രേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വണ്ണത്തിനനുസരിച്ച് നമുക്ക് വണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് ഭയങ്കര ഒരു എളുപ്പമായിപ്പോയി. കാരണം ഡ്രസ്സ് മേടിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഒരു വലിയ വിഷമമായിരുന്നു. ഡ്രസ്സ് മേടിച്ചു വെച്ചിട്ട് വരുന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് പാകം അല്ലെങ്കിൽ ഇതെല്ലാം ഞാനിരുന്ന് ഓൾട്രേഷൻ ചെയ്ത് കൊടുക്കണമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം അതിന് തന്നെ കുറേ സമയം എടുക്കും. പക്ഷെ ഏതായാലും വന്നു കഴിഞ്ഞപ്പം ഇതെല്ലാം ഇങ്ങനെ നടുക്ക് വള്ളിയുള്ളതാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായ ഇവിടെ ഇങ്ങനെ ഒരു ടൈറ്റ് ചെയ്യാനായിട്ട് വള്ളി ഉണ്ടെന്ന്. ആ ഫോട്ടോയിൽ ഇത് കാണുമ്പോൾ അറിയത്തില്ലായിരുന്നു. കാരണം ഇങ്ങനെ പ്രിന്റഡ് കുർത്തി ആയതുകൊണ്ട് അത് അത്ര വിസിബിൾ അല്ലായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പം നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളറുമാണ്, നല്ല മെറ്റീരിയലുമാണ്. അതുപോലെ സ്ലീവ് ആണെങ്കിലും ചെറിയൊരു എലാസ്റ്റിക് ഒക്കെ പിടിപ്പിച്ച് ചെറിയൊരു പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. നീ ലെങ്ത് കാണും. സ്ലീവ് നീ ലെങ്ത് ഇറക്കമുള്ള സ്ലീവാണ്. അത്യാവശ്യം ഇറക്കമുണ്ട്. ഇത് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വിത്ത് പാൻറ്റും വിത്തൗട്ട് പാൻറ്റുമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഇറക്കമുള്ള ഒരു ഫ്രോക്കാണ്. സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഇത് കണ്ടോ, എന്ത് രസമാന്ന് നോക്കി കളർ കാണാന്. ഇത് എന്റെ ഇഷ്ടത്തിന് വാങ്ങിയതാട്ടോ. നല്ല കളർഫുൾ അല്ലേ. നല്ല ഒരു ഓറഞ്ച് ചേർന്ന് ഒരു ഗ്രീനും അതിലേക്ക് വീണ്ടും ഓറഞ്ചും ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ കളറ്. ഇത് നല്ല ഇറക്കവും ഉണ്ട്. എനിക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ അനിയത്തിക്ക് എന്റെ അത്രയും പൊക്കവും വണ്ണവും ഒന്നുമില്ല. അവൾ എന്നെക്കാളും ചെറിയ ആളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ചെറിയ ഫ്രോക്ക് നോക്കിയാണ് കേട്ടോ ഞാൻ ഓർഡർ കൊടുത്തത്. പക്ഷെ ഇത് എനിക്കും യൂസ് ചെയ്യാവുന്ന കൂട്ടാണ്. നല്ല ഇറക്കമുള്ളതാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ പോലെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആൾക്കാർക്കും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റേതും യൂസ് ചെയ്യാം, ഇത്രയും ഒരു ഇറക്കമില്ല. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുൾ ആണ്. ഇതിന്റെയും സ്ലീവ് കണ്ടോ, ചെറിയ പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ചെറിയ ഒരു കോളർ നെക്ക്, നടുക്ക് വീനെക്ക്. ഇതും ഇങ്ങനെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ബാക്ക് സൈഡ്. ഇതുണ്ടോ, ഇടയ്ക്ക് ഇങ്ങനെ 3 തട്ടുകളായിട്ടാണ് ഇടയ്ക്ക് ഗാദേഴ്സ് ഒക്കെ കൊടുത്ത്. എന്നാൽ ഒരുപാട് ഇങ്ങനെ പറന്ന് നിൽക്കുകയില്ല, നമുക്ക് ഒരുപാട് വണ്ണം തോന്നുകയില്ല. നല്ല ഒതുങ്ങി കിടക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് ചിലപ്പോഴേ ഞാൻ കൊടുക്കുള്ളൂ, ചിലപ്പോൾ ഞാൻ തന്നെ എടുക്കും. ഇനി അടുത്തത് ഒരു വൈൻ റെഡ് കളർ, വയലറ്റ് എന്നൊക്കെ പറയാം അല്ലെ, പർപ്പിളോ അങ്ങനെയൊക്കെയുള്ള ഒരു കളറ്. അതും ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ വണ്ണം കുറയ്ക്കാനുള്ള ഒരു സംഗതി ഒന്നുമില്ല. ഇത് സൈഡിൽ നിന്ന് അടിച്ച് ഷേപ്പ് ആക്കണം. ഇതിന്റെ ഫ്രണ്ടിൽ ചെറിയ ബട്ടനൊക്കെ സെയിം കളറ് ബട്ടനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഇത് അധികം ഇറക്കം വേണ്ടാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളൊരു ചെറിയ പാൻറ്റും കൂടി ഇട്ടാൽ മതി. ഒരു ആംഗിൾ ലെങ്ത് പാൻറ്റും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കം ഇറക്കം ഓക്കെ ആകും, കുഴപ്പമില്ല. ഇതിന്റെ താഴെ വശത്ത് ചെറിയൊരു സ്ലിറ്റ് ഒക്കെ ഉണ്ട്, തട്ടാതിരിക്കാൻ വേണ്ടി. ഇനി അടുത്തത് ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാട്ടോ. ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഏതായാലും അവക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവക്ക് ഇതിന് ഭയങ്കര ഇറക്കമാണ്. ഇത് അവക്ക് കൊള്ളത്തില്ല. അപ്പൊ ഇതൊരു കോളർ ടൈപ്പ് കുർത്തിയാണേ. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കോളർ വെച്ചിട്ടുള്ള കുർത്തി ഇല്ലായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനത്തെ മടക്കി വെക്കുന്ന കോളറാണ്. പിന്നെ ഈ ഭാഗത്ത് ഇത് കണ്ടോ ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് അടിയിൽ ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ, ട്രാൻസ്പെറന്റ് ആണ്.
സ്ലീവ് വന്നിരിക്കുന്നത് ഷോർട്ട് സ്ലീവ് ആണ്. അതിന് എലാസ്റ്റിക് ഒന്നുമില്ല, ചെറിയ പഫ് പോലെ തോന്നിക്കുന്ന ഷോർട്ട് സ്ലീവ്. താഴെയും ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇത് മൊത്തം നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാൻ ഏതായാലും എനിക്ക് ഫ്രണ്ട് ഓപ്പണിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതായാലും ഇതിന്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ ഫ്ലോ അങ്ങ് പോയി. അപ്പൊ ഇത് ഫ്രണ്ട് ഓപ്പൺ എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഏതായാലും ഇതിന്റെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ അതവിടെ കവർ ചെയ്തിരുന്നോളൂ. കാരണം ഫ്രണ്ട് ഓപ്പൺ ഒക്കെ ഇട്ട് എങ്ങാനും ഈ ബട്ടൺസ് തുറന്നു പോയാലോ നമുക്ക് പിന്നെ ഒരു ടെൻഷനാണ്. എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് പോകും അല്ലെ, ഇത് ഓപ്പൺ ആയി പോയോ എന്നുള്ളത്. അപ്പൊ ഏതായാലും അങ്ങനെ റിസ്ക് എടുക്കുന്നില്ല. അപ്പൊ ഏതായാലും അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേണ്ട, നല്ല ഭംഗിയില്ലേ. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഞാൻ വീഡിയോയിൽ ടാഗ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കാം, വാങ്ങാം കേട്ടോ. മിന്ത്രയിൽ നിന്നാണ് ഇതെല്ലാം മേടിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, ഇതിപ്പോ എത്രയെണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9, മൊത്തം 9 എണ്ണം കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണം എന്റേതാണ്, ഇതൊരെണ്ണം. അപ്പൊ നമ്മൾ ബാക്കി വാങ്ങിച്ചിരിക്കുന്ന എല്ലാം പാന്റ് ഇല്ലാത്തതാണ്, കുർത്തി ഒള്ളിയാണ്, ഫ്രോക്ക് ഒള്ളിയാണ്. ഇത് മാത്രം പാന്റും കൂടെ ഉള്ളതാണ് ഒരെണ്ണം വാങ്ങിച്ചേക്കുന്നത്. ഇത് ഡാർക്ക് ബ്ലൂ വിത്ത് വി നെക്ക്, 3/4 സ്ലീവ്, ഇത് ഇറക്കം, സൈഡ് സ്ലിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇത്തിരി വലിപ്പമുണ്ട്. ഇത് ഏതായാലും അവൾക്ക് വണ്ണം കുറച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ എൻ്റെ അത്ര പൊക്കം ഇല്ലാത്തതുകൊണ്ട് ഇറക്കത്തിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല, അവർക്ക് പാകമായിരിക്കും. പക്ഷെ എന്നെ പോലെ പൊക്കം ഉള്ളവർക്ക് ഇത്തിരി ഇറക്കം കുറവാണ് ഇതിന്. ഇറക്കക്കുറവ് വിഷയം ഇല്ലാത്തവർക്ക് ഇത് വാങ്ങാം. ഇതാണ് പാന്റ് വന്നിരിക്കുന്നത്, പലാസോ ബോട്ടം. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള വീനക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ആദ്യമേ മറ്റേതൊക്കെ പെട്ടെന്ന് കണ്ട ആക്രാന്തത്തിനൊന്ന് പാക്കറ്റ് പൊട്ടിച്ച് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് നല്ല ഗ്രേയും പിങ്കോടെ ചേർന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. ഏകദേശം എല്ലാം സെയിം മോഡലാണ് വന്നിരിക്കുന്നത്, പ്രിന്റിന് മാത്രമാണ് വ്യത്യാസമുള്ളൂ. പിന്നെ സ്ലീവിനും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ സ്ലീവ് ഇങ്ങനെ താഴേക്ക് വന്നപ്പം ബെൽ സ്ലീവ് പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതും നടുക്ക് ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് തയ്ച്ച് ഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി ഷേപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാം കളർ നല്ല അടിപൊളിയാണല്ലേ. ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന പല കളേഴ്സ് ചേർന്ന് വരുന്നതുകൊണ്ട് നല്ല കളർഫുൾ ആണ് എല്ലാം. അടുത്തത് ഈ കളർ. ഇതിലേക്ക് കുറച്ചുകൂടെ ബ്ലാക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. ബ്ലാക്കും നല്ല ഒരു യെല്ലോയും ഒക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിന്റെ സ്ലീവ് എലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്ലീവാണ്. നെക്ക് അതുപോലെ തന്നെ ചെറിയ കോളർ നെക്ക് വന്നിട്ട് ഇവിടെ ഒരു താഴോട്ട് വി പോലെ ഒരു ചെറിയ ഷേപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും ഷേപ്പ് ചെയ്യാവുന്നതാണ്, വള്ളിയുണ്ട്. താഴേക്ക് ചെറിയ ഗാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ നല്ല വിരിവുണ്ട്, തട്ടുമൊന്നുമില്ല. ഇത് കണ്ടോ, നല്ല ഫ്ലെയർ ആണ് ഡ്രസ്സിന്. ഇനി അടുത്തത് ബ്ലൂ ആണ്. ബ്ലൂ വൈറ്റ് പർപ്പിൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള നല്ല ഒരു കുർത്തി. ഇതിന്റെയും സ്ലീവ് ചെറിയ എലാസ്റ്റിക് വെച്ചിട്ടുള്ള പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഷേപ്പ് ചെയ്യാം. എല്ലാം തന്നെ ഏകദേശം ഒരേ മോഡലാണ്.
ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഇനി ലാസ്റ്റ് വൺ ഗ്രീൻ കളർ. ഗ്രീനിലേക്ക് പിങ്കും ഓഫ് വൈറ്റും കൂടെ വന്നിട്ടുള്ള നല്ലൊരു, ഇതും സെയിം മോഡൽ തന്നെ. വണ്ണം കുറയ്ക്കാം, വണ്ണം കൂട്ടാം, ഫ്രോക്ക് പോലെ ഇടാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഡ്രസ്സുകള്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണം. പിന്നെ ഇതാ ഈ ഒരു സ്റ്റാൻഡ്, ഇതും ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇത് ഞാൻ ആദ്യം ഷൂ റാക്കിന് വേണ്ടിയാണ് ഒരെണ്ണം വാങ്ങിയത്. അപ്പൊ അത് വാങ്ങി കഴിഞ്ഞപ്പോൾ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു, നല്ല കട്ടിയുള്ള കമ്പിയാണ്, നല്ല പ്രോഡക്റ്റ്. അത് ഞാൻ ഏകദേശം 1 വർഷമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷൂ റാക്കായിട്ട് യൂസ് ചെയ്ത് 1 വർഷമായിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞ് ശേഷം ഞാൻ ഇപ്പൊ 2 എണ്ണം കൂടി ഇത് വാങ്ങിച്ചു. അപ്പൊ ഇത് നമുക്ക് ഷൂ റാക്കായിട്ട് മാത്രമല്ല, നമുക്ക് കിച്ചണിലെ പാത്രങ്ങൾ അടുക്കി വെക്കാൻ വേണ്ടി നല്ലതാണ്. അതുപോലെ നമ്മുടെ ചെറിയ ബാഗുകളും സാധനങ്ങളും ഒക്കെ ഇവിടത്തേൽ അടുക്കി വെക്കാൻ നല്ലതാണ്. ന്യൂസ് പേപ്പർ അടുക്കി വെക്കാം. അങ്ങനെ നല്ല വെയിറ്റ് താങ്ങുന്നതാണ്, അത്യാവശ്യം വെയിറ്റും താങ്ങും, അങ്ങനെ പെട്ടെന്ന് ഡാമേജ് വരുത്തുമില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പികളാണ്. ഇനി ഇത് നമുക്ക് ഇത്രയും പൊക്കത്തിൽ വേണ്ടെങ്കിൽ ഇത് 2 എണ്ണം വെച്ചാണെങ്കിൽ നമുക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ കിച്ചൺ സ്ലാബിലൊക്കെ നമുക്ക് പാത്രങ്ങൾ വെക്കാനാണെങ്കിൽ ഇത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ പാത്രങ്ങൾ നിരത്തി വെക്കാം. അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് യൂസിന് ഈ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവര് വേണമെങ്കിൽ ഇത് വാങ്ങിക്കും. ഇതിന്റെ ലിങ്ക്, പ്രോഡക്റ്റ് ലിങ്ക് ടാഗ് ചെയ്തേക്കാം. അപ്പൊ അത് നോക്കുക നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണിത്. കാരണം ഇത്രയും നല്ല ഒരെണ്ണം എനിക്ക് കിട്ടിയത്, ഞാൻ 3-4 എണ്ണം വാങ്ങിച്ചു. എല്ലാം ഇങ്ങനത്തെ ഈ കമ്പികൾ വളരെ ബലമില്ലാത്ത, വളരെ മോശമായിരുന്നു. ചിലതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു 2 ചെരുപ്പ് വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അങ്ങനെയൊക്കെ നിൽക്കും. അപ്പൊ അതെല്ലാം ഞാൻ റിട്ടേൺ ചെയ്തു. അങ്ങനെ എനിക്ക് കിട്ടിയതായിരുന്നു ഈ പ്രോഡക്റ്റ്. അപ്പൊ അത്രയും നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും 2 എണ്ണവും കൂടെ വാങ്ങിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായി കാണാം. ഓക്കെ, ബൈ.